ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ HCERT സീരീസ് ആരംഭിക്കുകയാണ്. എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 അധ്യായം 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 10th പ്രിലിംസ്, LGS അതുപോലുള്ള എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കവിതയിലെ ചില വരികളാണ് കൊടുത്തിട്ടുള്ളത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത്. സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു മനുഷ്യന് ലഭിക്കേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുമാരനാശാന്റെ ഈ കവിതയിലൂടെ പറയുന്നത്. നമുക്കറിയാം, ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ വിപ്ലവങ്ങളും ഒരു രാജ്യത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ജാതിയുടെയോ വംശത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തിനും അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടിയായിരുന്നു അല്ലേ. ഈ ഒരു ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അതുപോലെ റഷ്യൻ വിപ്ലവം, ഇത്രയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്? എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നോ? പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹന സമരത്തിലൂടെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ ഒരു സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടു. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ. നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടാക്കി. അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അപ്പോൾ നവോത്ഥാനമാണ് വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്ന് പറയുന്നത്. നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. മാനവികതയും ശാസ്ത്രബോധവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ്? മതനവീകരണത്തിലും അതുപോലെ കലാബോധം സൃഷ്ടിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ നവോത്ഥാനം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? മാനവികതയും ശാസ്ത്രബോധം, മതനവീകരണം, കലാബോധം. അപ്പോൾ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് മാനവികത എന്ന് പറയുന്നത്. മനുഷ്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത. അതുപോലെ മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ ഈ ഒരു പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. മാനവികതയിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഒരു ഉണർവാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നവോത്ഥാനം മാനവികത, ശാസ്ത്രബോധം, കലാബോധം, മതനവീകരണം എന്നീ രംഗങ്ങളിലെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കലാബോധം എന്ന് പറഞ്ഞാൽ ചിത്രകലയിൽ മാത്രമല്ല, ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായ മേഖലകളിലെല്ലാം മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ നവോത്ഥാനം. അതുപോലെ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണ് മതനവീകരണം എന്നറിയപ്പെടുന്നത്. മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് മാർട്ടിൻ ലൂതറാണ് മതനവീകരണത്തിന് തുടക്കം കുറിച്ചത്. കലാബോധം എന്ന് പറഞ്ഞാൽ ചിത്രകല മാത്രമല്ല, ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായവ. പിന്നെ മതനവീകരണം എന്ന് പറഞ്ഞാൽ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണ് മതനവീകരണം. അതിന് തുടക്കം കുറിച്ചത് മാർട്ടിൻ ലൂതർ. യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. എന്താണ് ജ്ഞാനോദയത്തിന് രൂപം നൽകിയത്? 18ാം നൂറ്റാണ്ടിൽ ഈ ഒരു നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിന് ജ്ഞാനോദയത്തിന് രൂപം നൽകിയത്. എന്താണ് ജ്ഞാനോദയം? എന്താണെന്ന് ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്.
അപ്പോൾ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ജ്ഞാനോദയത്തിൻ്റെ രൂപം നൽകിയത് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകരായിരുന്നു. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതൊക്കെ? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. ഇത്തരം ചില വിപ്ലവങ്ങളുടെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യമാണിത്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? ഭരണ പങ്കാളിത്തം. ശക്തമായൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയെ കീഴടക്കി. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അവ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്താം. ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ. ഇത്രയും 13 കോളനികളാണ് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ചത്. അപ്പോൾ കോളനികളുടെ പേരുകൾ ഒന്നുകൂടി നോക്കാം. ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ്, വെർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 പ്രാവശ്യം നമുക്ക് നോട്ട് ചെയ്തിട്ട് 3-4 പ്രാവശ്യം അങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് ഓപ്ഷനിൽ കിട്ടും. അടുത്തത് അമേരിക്കയിലെ കുടിയേറ്റത്തെ പറ്റി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്നാണ് വിളിച്ചത്. അതായത് ഇന്ത്യയിലെത്തുക എന്നതായിരുന്നു ഈ ഒരു ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ലക്ഷ്യം. പക്ഷേങ്കിൽ അവരെത്തിച്ചേർന്നത് വടക്കേ അമേരിക്കയിലായിരുന്നു. അവർ ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്നെ അമേരിക്കൻ ജനതയെ തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്നാണ് വിളിച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. റെഡ് ഇന്ത്യൻസ് എന്നാണ് അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങൾ അറിയപ്പെട്ടത്, റെഡ് ഇന്ത്യൻസ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ, തദ്ദേശീയരായ അവിടുത്തെ ജനങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ സമ്പത്തും ആട്ടിൻപറ്റങ്ങളെയൊക്കെ യൂറോപ്യർ കവർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇംഗ്ലണ്ടുകാർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചതിനെ പറ്റിയാണ്. ഇനി എന്താണ് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കാം. അതിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും
ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. അപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻറ്റിലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെർക്കൻറ്റിലിസം എന്താണ്? ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ അവിടെയുള്ള കച്ചവടക്കാർ ഈ കോളനികളിൽ, അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻറ്റിലിസം. മെർക്കൻറ്റിലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അവയിൽ ചിലത് പരിചയപ്പെടാം. എന്താണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. എന്താണ്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. പിന്നെ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. ഇനി കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം എന്നാണ്. ഇനി അടുത്തത്, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതുപോലെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. എന്നീ നിയമങ്ങളാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം ഇംഗ്ലണ്ടുകാർ വടക്കേ അമേരിക്കയിലെ കോളനികളിൽ അടിച്ചേൽപ്പിച്ചു. അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1773 ഡിസംബർ 16. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കൻറ്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. പ്രസ്താവന വിലയിരുത്തുക എന്ന് തന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ളൊരു വർക്കാണ്. ഇംഗ്ലീഷുകാരുടെ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ചിന്തകരെയും അവയുടെ ആശയങ്ങളെയും പരിചയപ്പെടാം. ഏതൊക്കെയാ ചിന്തകരെന്ന് നോക്കാം. ജോൺ ലോക്ക്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്കാണ് പറഞ്ഞത്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്കിൻ്റെ പ്രസ്താവനയാണിത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് തോമസ് പെയിൻ്റെ പ്രസ്താവനയാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഈ ഒരു വൻകര ഉദ്ദേശിക്കുന്ന വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. അപ്പോൾ ജോൺ ലോക്ക് പറഞ്ഞത് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്നാണ്. തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇനി വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഹെഡിങ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു.
അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1774 ഫിലാഡൽഫിയയിലാണ്. ഇനി തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിൻ്റെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടായിരുന്നു. രണ്ടാമത്തത് ഫിലാഡൽഫിയയിൽ വെച്ച് 1775. രണ്ടാമത്തതിലാണ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. തോമസ് പെയിനാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. ആരൊക്കെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് ഇത് തയ്യാറാക്കിയത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രഖ്യാപനത്തിലൂടെ നിന്ന് കണ്ടെത്താം? കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് നോക്കാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണുമാണ് ഈ ഒരു പ്രഖ്യാപനം തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം ഈ ഒരു പാരീസ് ഉടമ്പടിയിലൂടെ ഇംഗ്ലണ്ട് അംഗീകരിച്ചു. അപ്പോൾ 1783 പാരീസ് ഉടമ്പടി, 81 യുദ്ധം അവസാനിച്ചത്. 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം ഫിലാഡൽഫിയയിൽ വെച്ചിട്ടായിരുന്നു. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം. ഈ ഒരു സമ്മേളനത്തിനാണ് ജോർജ് വാഷിങ്ടണിനെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. 1776 മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായിട്ട് ഭരണഘടന തയ്യാറാക്കി. അപ്പം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് അമേരിക്കയ്ക്കായിട്ട് ഭരണഘടന തയ്യാറാക്കിയത്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളിൽ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിങ്ടൺ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച വിവിധ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ
സമരമാണ്. ഒന്നുകൂടി നോക്കുക. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇനി ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയതും അമേരിക്കയാണ്. സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്ക തന്നെയാണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ഏതെല്ലാം ആശയങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ കാണാൻ കഴിയും എന്ന് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളൊരു വർക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രഞ്ച് വിപ്ലവമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിൻ്റെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ ലൂയി 14 ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ ലൂയി 14. ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? മേരി അൻറ്റോയിനറ്റ് ആണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന പ്രസ്താവന മേരി അൻറ്റോയിനറ്റ്. ഇനി വേഴ്സായ് കൊട്ടാരത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായ് കൊട്ടാരത്തിൻ്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്താം? ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിനു കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം? ചുവടെ തന്നിട്ടുള്ള വരികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെ ആൾ ദഹനക്കേട് ബാധിച്ച്, അതായത് അജീർണം ബാധിച്ചാണ് മരിച്ചത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു എന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് ഈ 3 തട്ടുകളും അറിയപ്പെട്ടിരുന്നത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുള്ള ചാർട്ടിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇനി അവിടെ 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഓരോ സമൂഹത്തെയും തിരിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. മൂന്നാമത്തേത് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, മറ്റു ജനവിഭാഗങ്ങളുമായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരാണ്. അവരുടെ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിദേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. അപ്പോൾ പുരോഹിതന്മാർ തിദേ എന്ന നികുതിയാണ് പിരിച്ചിരുന്നത്. കർഷകരിൽ നിന്ന് തിദേ എന്ന നികുതിയാണ് പുരോഹിതന്മാർ പിരിച്ചിരുന്നത്. ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചു. എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമാണ് പുരോഹിതന്മാർ. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചതും ഈ പുരോഹിതന്മാരാണ്. അപ്പോൾ എല്ലാതരം നികുതികളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചതും പുരോഹിതന്മാരാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ എസ്റ്റേറ്റ് നോക്കാം. പ്രഭുക്കന്മാരാണ്. സൈനിക സേവനം നടത്തി, അതുപോലെ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. സൈനിക സേവനം നടത്തി, കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇന്ന് നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പ്രഭുക്കന്മാരും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് നോക്കാം. കച്ചവടക്കാരും എഴുത്തുകാരും അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലുകാരും ആണ് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലുകാർ ഇവരെയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഭരണത്തിൽ ഒരു അവകാശവും ഇവർക്കില്ലായിരുന്നു. തൈലേ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകി. അപ്പോൾ തൈലേ എന്ന പേരിലുള്ള ഭൂനികുതിയാണ് സർക്കാരിന് നൽകുന്നത്. ഇവർ താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർക്ക്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവർ നികുതി നൽകണം. അപ്പോൾ ഭരണത്തിൽ ഒരു അവകാശവുമില്ല. തൈലേ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവിയാണ്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവർ നികുതി നൽകണം.
ഇനി ചാർട്ട് വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നാണ്. ഫ്രാൻസിൽ ഉയർന്ന സാമൂഹിക പദവിയും അവകാശങ്ങളും ആഡംബര ജീവിതവും നയിച്ചത് ഏത് വിഭാഗക്കാരായിരുന്നു എന്ന് തന്നെ കണ്ടെത്താല്ലേ. ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകളിലുള്ളവരാണ് ഫ്രാൻസിൽ ഉയർന്ന സാമൂഹിക പദവിയും അവകാശങ്ങളും ആഡംബര ജീവിതവും നയിച്ചത്. ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ ഏത് എസ്റ്റേറ്റിലായിരുന്നു ആണ് മറ്റൊരു ക്വസ്റ്റ്യന്. അതേതാ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണല്ലേ. അടുത്ത ഹെഡിങ് നോക്കാം. ആശയങ്ങൾ പ്രചോദനമേകുന്നു. ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ധാരകളും പ്രധാന പങ്കുവഹിച്ചു. അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും സംഭാവനകളെയും പരിചയപ്പെടാം. ഇനി വോൾട്ടേറിൻ്റെ കൊടുത്തിട്ടുണ്ട്. വോൾട്ടേർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചതും വോൾട്ടേർ ആയിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് റുസ്സോ ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റുസ്സോ ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയത് റുസ്സോ. കഴിഞ്ഞ LDC ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു റുസ്സോൻ്റെത്. ഇനി മൊണ്ടസ്ക്യൂ എന്താണ്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. എന്തൊക്കെയാണ്? ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച ആളും മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതും മൊണ്ടസ്ക്യൂ. മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. എന്തൊക്കെയാണ്? പുരോഹിതന്മാരും പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചിരുന്നു. അപ്പോൾ ഈ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. ഇനി ജനങ്ങൾക്കുമേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അപ്പോൾ 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകളും വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളായ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഓരോ അംഗത്തിനും മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് വാദിച്ചു. അവർ കോമൺസ് എന്നറിയപ്പെട്ടത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നത് ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്തതാണ്. അതുപോലെ തുടർന്നുള്ള സംഭവങ്ങൾ തന്നിട്ടുള്ള ചാർട്ടിൻ്റെ സഹായത്തോടെ ചർച്ച ചെയ്യാം. അപ്പോൾ ചാർട്ടിൽ എന്താ തന്നത് നോക്കാം. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഡേറ്റ് 1789 ജൂലൈ 14. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത്.
ഇനി 1889 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. അപ്പം ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് 12. ഇനി 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വെയ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വെയ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് 1789 ഒക്ടോബർ. 3 ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. 1789 ജൂലൈ 14 ബാസ്റ്റീൽ ജയിൽ തകർത്തു. 89 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഒക്ടോബറിലാണ് ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾ വെയ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത്. അത് ഭീകരവാഴ്ച എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 1793 ജൂലൈ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബ്സ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാൻറ്റൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16-നും ഭാര്യ മേരി അന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബ്സ്പിയറും ഗില്ലറ്റിന് ഇരയായി എന്നാണ് പറയുന്നത്. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഒരു ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു. അപ്പോൾ 1793 മുതൽ 1794 വരെയായിരുന്നു ഫ്രാൻസിലെ ഭീകരവാഴ്ചയുടെ കാലഘട്ടം. 1794 ജൂലൈ വരെ. അപ്പോൾ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബ്സ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ മിറാബോ, ഡാൻറ്റൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഇവരാണ് ഭീകരവാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ഹെഡിംഗ് ആണ് ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക പറഞ്ഞ അഭിപ്രായമാണിത്. ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക പറഞ്ഞ അഭിപ്രായമാണിത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം വിശദമാക്കുന്ന ചിത്രം ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ നോക്കാം. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. അതുപോലെ യൂറോപ്യൻ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം. ഇത്രയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം. ഒന്നുകൂടി പറയാം. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം. ഇത്രയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം. അടുത്തത് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും എന്നുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ഇതാണ് ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരി ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. ഫ്രഞ്ചുകാരുമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ളൊരു തന്ത്രമായിട്ടാണ് ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ കണക്കാക്കിയത്. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അടുത്തത് ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്.
സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. ഇതൊക്കെയാണ് ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്യാം. അടുത്തത് കൊടുത്തത് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവം എന്ന ഹെഡിംഗ് ആണ്. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച് നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. 1799 ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത് എന്നാണ് പറയുന്നത്. ഇനി റുസ്സോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ചിന്തകനായ റുസ്സോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. സോഷ്യൽ കോൺട്രാക്റ്റ് എഴുതിയത് റുസ്സോ ആണ്. ഫ്രഞ്ച് ചിന്തകനായ റുസ്സോ ആണ് സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ കർത്താവ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഫ്രഞ്ച് ചിന്തകനായ റുസ്സോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് പറയുന്നത്. 1799 ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായി അധികാരത്തിലേറിയ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ചില പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. സിങ്കിങ് ഫണ്ട്. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. അപ്പോൾ ഒന്നും കൂടി നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. നെപ്പോളിയൻ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കുമോ എന്ന മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനെയല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. ഏത് യുദ്ധത്തിലാണ്? 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ്റെ അധികാരം നഷ്ടപ്പെട്ടത്. നെപ്പോളിയൻ പരിഷ്കാരങ്ങളും നയങ്ങളും പരിശോധിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏതെല്ലാം ആശയങ്ങൾ അവയിൽ പ്രതിഫലിക്കുന്നു എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഇത് കുട്ടികൾക്കുള്ള ഒരു വർക്ക്. അങ്ങനെ നെപ്പോളിയൻ്റെ പരാജയത്തോടെ കൂടി ഫ്രാൻസ് പൂർണ്ണമായിട്ട് സ്വതന്ത്രമാവുകയാണ് ചെയ്തത്. ഇനി ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണെന്ന്: മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത. അത് മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത. ഇവയാണ് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. പാബ്ലോ നെരൂദയുടെ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതിയിലെ ചെറിയൊരു വരികൾ കൊടുത്തിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിച്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. ഈ ഒരു വിവരണത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? വിഭവങ്ങളുടെ സമൃദ്ധി ഉണ്ടായിരുന്നു, ചോളകൃഷി ഉണ്ടായിരുന്നു, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. ആരൊക്കെയാണ്? സ്പെയിനും പോർച്ചുഗീസുമാണ് ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. ഇനി കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിച്ചതെന്ന് പരിശോധിക്കാം. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകൾ, ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്യരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനവും പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡോ, സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. ആരൊക്കെയായിരുന്നു? ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡോ, സൈമൺ ബോളിവർ. ഇവർ 3 പേരുടെ നേതൃത്വത്തിലുള്ള വിപ്ലവത്തിലൂടെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങിയത്.
അടുത്ത റഷ്യൻ വിപ്ലവമാണ്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കുവാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക്. എല്ലാ അധികാരവും ജനങ്ങൾക്ക്. അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിത്. അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും. അന്നത്തെ റഷ്യൻ സമൂഹത്തെപ്പറ്റി ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം? എന്തെല്ലാം ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം, സമത്വം എന്ന ആശയവുമാണ്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നുവെന്ന് നോക്കാം. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരായിരുന്നു. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. ഈ കാരണങ്ങളാണ് അവരെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ്റെ റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികാരിച്ചാണ് ഈ ഒരു നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. ഇനി പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായികോൽപാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് രൂപം കൊണ്ടത്. ഇനി ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം എന്നും രണ്ടായി പിരിഞ്ഞു. അപ്പോൾ ന്യൂനപക്ഷം ആരായിരുന്നു? മെൻഷെവിക്കുകളായിരുന്നു. ബോൾഷെവിക്കുകളാണ് ഭൂരിപക്ഷമായിട്ടുള്ളത്. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു എന്നായിരുന്നു. 1905 ജനുവരി 9 പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് തൊഴിലാളികൾ പ്രകടനം നടത്തിയത്. വെടിവെച്ച് നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. രക്തരൂക്ഷിതമായ ഞായറാഴ്ചയാണ് 1905 ജനുവരി 9 ബ്ലഡി സൺഡേ എന്നൊക്കെ അറിയപ്പെട്ടു. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യുമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. ദ്യുമ എന്ന നിയമനിർമ്മാണ സഭ 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യുമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമനാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴും ഭക്ഷ്യദൗർബല്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി.
പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികൾക്കൊപ്പം ചേർന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യൻ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഈ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന ഈ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇനി താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയുടെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലുള്ള അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായി അവർ ചില ആവശ്യങ്ങളും ഉന്നയിച്ചു. എന്തായിരുന്നു ആ ആവശ്യങ്ങൾ നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്താക്കി മാറ്റുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, അതുപോലെ പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമിയൊക്കെ കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്താക്കി മാറ്റുക. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അതുപോലെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ 1924 റഷ്യക്ക് പുതിയ ഭരണഘടന നിലവിൽ വന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ഇനി നമുക്ക് ചൈനീസ് വിപ്ലവമാണ് നോക്കാൻ ഉള്ളത്. വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലാണ് ചൈനീസ് വിപ്ലവം. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കോളനി ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു. ഏതായിരുന്നു രണ്ട് വ്യത്യസ്തമായ നയങ്ങൾ? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവ എന്താണെന്ന് നോക്കാം. അടുത്തത് കറുപ്പ് വ്യാപാരമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഇതാണ് കറുപ്പ് വ്യാപാരം. ഇനി തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ആരാണ്? ജോൺ ഹേയ് ആണ് തുറന്ന വാതിൽ നയം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേയ് ആണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത്. ഈ ഒരു നിയമം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ ഉള്ള അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ ഒരു തുറന്ന വാതിൽ നയത്തിൻ്റെ ലക്ഷ്യം. ഇനി ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ചൈന ആ കാലത്ത് ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമായിരുന്നു.
ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഇവരുടെ മുദ്ര. ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. 1911 ഡോക്ടർ സൺയാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചത് 1911 ഡോക്ടർ സൺയാത് സെന്നിൻ്റെ നേതൃത്വത്തിലുള്ള വിപ്ലവമായിരുന്നു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാസിൻ്റെ നേതൃത്വത്തിൽ കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. കുമിങ്താങ് പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത്. സന്യാസിൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സന്യാസൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. സന്യാസിനിൻ്റെ ആശയങ്ങൾ ദേശീയത എന്നുദ്ദേശിക്കുന്ന മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യം, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. ഇനി സോഷ്യലിസം, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം ഇത് 3 ആശയങ്ങളും ഡോക്ടർ സന്യാസിനിൻ്റെ ആശയങ്ങളായിരുന്നു. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിങ്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിന്താംഗുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സന്യാസിനിയുടെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. പിന്നെ ആരാണ് വന്നത്? ചിയാങ് കൈഷക്കാണ്. സന്യാസിനിൻ്റെ മരണത്തോടു കൂടി അധികാരം ഏറ്റെടുത്തത് ചിയാങ് കൈഷക്കാണ്. ഹെഡിംഗ് ആണ് റിപ്പബ്ലിക് ജനകീയമാകുന്നു. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേതുങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചത്. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് അതിസാഹസികമായ യാത്ര വടക്കു പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു. ഇവിടെയാണ് വടക്കു പടിഞ്ഞാറ് യനാനിലാണ് യാത്ര അവസാനിച്ചത്. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് ഇവർ പിടിച്ചെടുത്തു. ഈ കൃഷിഭൂമികൾ കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ലോങ് മാർച്ച് 1934 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലായിരുന്നു. തൽഫലമായി വിദേശാധിപത്യത്തിനെതിരെ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം നേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ ചൈന റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ചൈന റിപ്പബ്ലിക് ആവുന്നത്. ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിപ്ലവങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അതിലേക്ക് എത്തിച്ച അവർക്കെതിരായിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ ഈ ഒരു പ്രചോദനമേകിയ ആ കാലത്തുള്ള കുറച്ച് ചിന്തകരെയും തമ്മിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരായിരുന്നു. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നിവരായിരുന്നു അന്നേരത്തെ ഇതിനെതിരായിട്ട് ചിന്തിച്ച് ബോധവൽക്കരണം നടത്തിയിരുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവം സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായി വോൾട്ടയറും റുസോയും മൊണ്ടസ്ക്യൂയായിരുന്നു. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി ഫ്രാൻസിസ്കോ മിരാൻഡ, സൈമൺ ബോളിവർ,
ജോസേട്ട് സാൻ മാർട്ടിൻ. ഇനി റഷ്യൻ വിപ്ലവം രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായിട്ടാണ്. കെരൻസ്കിയും ലെനിനും ട്രോട്സ്കിയുമാണ്. ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ചു രാജവാഴ്ചയ്ക്കുമെതിരായി. സന്യാസനും മാവോ സേതുങ്ങായിരുന്നു നേതാക്കൾ. ഇവിടെ SCERT സീരീസിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.